ഗുഡ് മോർണിംഗ്. കൺഗ്രാറ്റുലേഷൻസ്. നല്ല ഒരു മത്സരം പാലക്കാട് കാഴ്ചവെച്ചതിന് തുടക്കത്തിൽ തന്നെ. സരിൻ, എനിക്ക് ചോദിക്കാനുള്ളത്, സരിൻ, ഇപ്പോൾ താങ്കളുടെ തൊട്ടെതിർ സ്ഥാനാർത്ഥി വിജയിയായ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞ തവണത്തേക്കാൾ 4 ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ആ വിജയം ഉണ്ടായതെന്ന കാര്യം താങ്കൾ ശ്രദ്ധിക്കുമല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ CPIM പയറ്റിയ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു, അല്ലെങ്കിൽ 2 പ്രധാനപ്പെട്ട വിവാദങ്ങൾ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായി CPIM പറ്റി. ഒന്ന്, പെട്ടി വിവാദം, താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. രണ്ടാമത്തേത്, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സന്ദീപ് വാര്യർ കളം മാറിപ്പോയപ്പോൾ സിറാജ് സുപ്രഭാതം പത്രത്തിൽ വന്ന പത്രപരസ്യവും മുഖ്യമന്ത്രി പാണക്കാട് തങ്ങളിനെതിരെ നടത്തിയിട്ടുള്ള വിമർശനങ്ങളും, താങ്കളെ ജയിപ്പിക്കാൻ വേണ്ടി CPM നടത്തിയിട്ടുള്ള ഈ തന്ത്രങ്ങൾ, നിരീക്ഷകർ ചിലർ പറയുന്നത് കുതന്ത്രങ്ങൾ എന്നാണ്, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, ഈ തന്ത്രങ്ങൾ യഥാർത്ഥത്തിൽ തിരിച്ചടിയായി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം, 4 ഇരട്ടി ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയത് പാലക്കാട്ടെ മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ, മതേതര വോട്ടുകൾ തങ്ങൾക്ക് കിട്ടിയത് കൊണ്ടാണ് എന്നൊരു അവകാശവാദം അവർക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ആ വോട്ടുകൾ CPM കൂടി വരേണ്ട വോട്ടുകളായിരുന്നല്ലോ, അതിനെ അകറ്റി നിർത്തിയത് ഈ ഇടപെടലുകളായിരുന്നു എന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? ഗോപി, ഒരിക്കലും അങ്ങനെയല്ല ഇതിനെ വിലയിരുത്തേണ്ടത്. എനിക്ക് അത്തരത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ വിവാദങ്ങളിൽ പെട്ടല്ല ഏതെങ്കിലും തരത്തിൽ UDF-ന് കോൺഗ്രസിന് വോട്ട് കൂടിയത്. കോൺഗ്രസിന് വോട്ട് കൂടിയ കഥ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പറയാം. SDPI പോലെയുള്ള മതരാഷ്ട്രീയം മാത്രം പറയാൻ ശീലമുള്ളവരെ, ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ താല്പര്യത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സംഘടനാ സ്വഭാവം ഞങ്ങൾക്കാണെന്ന അവകാശവാദം കേരളത്തിൽ ഉടനീളം ലീഗിനെ അപ്രസക്തമാക്കിക്കൊണ്ട് തന്നെ, ഒരു പരിധിയോളം ലീഗ് പറയുന്ന രാഷ്ട്രീയത്തെയും അപ്രസക്തമാക്കിക്കൊണ്ട് തന്നെ SDPI പയറ്റുകയാണ്. കൃത്യമായി SDPI പറയുന്നിടത്ത് കണ്ണും പൂട്ടി വോട്ട് ചെയ്ത 6000-ഓളം വോട്ടുകളും കൂടി ചേർന്നാണ് ഈ പറയുന്ന 18,000-ന്റെ ലീഡ്, അല്ലെങ്കിൽ 4 ഇരട്ടി ഭൂരിപക്ഷം എന്ന് പറയുന്നത്. നോക്കൂ, അപകടം പിടിച്ചൊരു പൊളിറ്റിക്സിലേക്കാണ് കോൺഗ്രസ് സ്വയം തരം താന്നുകൊണ്ടിരിക്കുന്നത്. ലീഗുമായി ചേർന്ന് UDF എന്ന് പറയുന്ന സഖ്യകക്ഷിയിൽ ലീഗിനുള്ള മതേതര മുഖവും ലീഗ് താല്പര്യം എങ്ങനെയാണ് ഒരു സമുദായ താല്പര്യമായി മുസ്ലിം മതവിഭാഗങ്ങളെ, ന്യൂനപക്ഷത്തെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്നും ഒക്കെ പോസിറ്റീവായി കാണുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതേ സ്പേസിലേക്ക് ലീഗിൻ്റെ അടക്കം അർദ്ധസമ്മതത്തോടുകൂടി പാലക്കാട്ടത്തെ 10,000-ഓളം വരുന്ന മുസ്ലിം സമുദായങ്ങളുടെ വീടുകളിലേക്ക് കയറി ചെല്ലാൻ ഇത്തവണ സ്ക്വാഡ് രൂപീകരിക്കുമ്പോൾ SDPI പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ഒരുപക്ഷെ ഏറ്റവും അങ്ങേയറ്റത്തെ മതസ്വാധീനത്തിൽപ്പെട്ട് മാത്രം രാഷ്ട്രീയം പറയുന്ന, മറ്റ് മതന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയത്തിൽ മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയത്തെ അപകടം പിടിച്ച രീതിയിൽ മാത്രം അവതരിപ്പിക്കാൻ ശീലമുള്ളവർ ആ ശീലവുമായി മുന്നോട്ട് പോകട്ടെ എന്ന് സമ്മതം കൊടുത്ത് സ്ക്വാഡ് വർക്കിനും പള്ളിമുറ്റങ്ങളെ പോലും ലഘുലേഖ വിതരണത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തതും ലീഗിന്റെ അറിവോടുകൂടി കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ പ്രചാരകരല്ല മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ വീടുകളിലേക്ക് പോകുന്നത്. അല്ല ഡോക്ടർ സരിൻ, എന്റെ ചോദ്യം അതായിരുന്നില്ല. എന്റെ ചോദ്യം, മതേതരത്വ വോട്ടുകൾ CPM-ലേക്ക് വരാതിരുന്നതിന്റെ കാരണം എന്താണ്? അതായത് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളും ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകളും ഇക്കുറി CPM-നെ തുണയ്ക്കാതിരുന്നതിന്റെ രാഷ്ട്രീയ കാരണങ്ങൾ എന്താണ്? അവിടെ മത്സരിച്ച വ്യക്തി എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, അത് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. SDPI എന്ന് പറയുന്ന സംഘടനയാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിച്ചത്. അവർ പറയുന്ന രാഷ്ട്രീയം എപ്പോഴും സങ്കുചിത മനോഭാവത്തോടു കൂടി BJP-യെ ജയിക്കുമെന്നുള്ള പേടിയുടെ രാഷ്ട്രീയത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ്. ഒരുപക്ഷെ ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ടൊക്കെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഒരു പ്രദേശം ഹെവിലി മുസ്ലിം ഡോമിനേറ്റഡ് ആയിട്ടുള്ളതും തൊട്ടടുത്ത പ്രദേശം ഒരുപക്ഷെ RSS-ന്റെ BJP-യുടെ വോട്ട് ബാങ്കായിട്ടുള്ള പ്രദേശങ്ങളുമാണ്. പരസ്പരം വിശ്വാസത്തിലെടുക്കേണ്ട ആളുകൾ പരസ്പരം അവിശ്വാസം പ്രചരിപ്പിച്ച് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് കൂട്ടാനുള്ള രാഷ്ട്രീയം പറയുന്നത്. അങ്ങനെ രാഷ്ട്രീയം പറയുന്ന SDPI-യാണ് വോട്ട് പിടിക്കുന്നതിന് വേണ്ടി മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ കോൺഗ്രസ് പരീക്ഷിച്ചതും. അങ്ങനെ അവർ പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ മേൽവിലാസത്തിൽ മാത്രം BJP ജയിച്ചു കയറുമെന്നുള്ള പേടിയിൽ, BJP പേടിയിൽ വോട്ടുകൾ സമാഹരിക്കാനുള്ള തന്ത്രത്തിന് SDPI-യെ കൂട്ടുപിടിച്ച് SDPI പറഞ്ഞ വാക്കുകളിൽ ഒരുപക്ഷെ വീണുപോയ മനുഷ്യരുടെ വോട്ടുകൾ വസ്തുതകൾക്കൊപ്പം നിർത്തി അവരെ കൂടെ കൂട്ടുന്നതിന് LDF ശ്രമിച്ചതിനെയൊക്കെ തടയിടാൻ ഈ SDPI-യുടെ, ഇന്നലെ SDPI ആണ് 6 റൗണ്ട് പൂർത്തിയാകുന്നതിന് മുമ്പ് വിജയാഹ്ലാദ പ്രകടനം നടത്തിയത്. ഇനി UDF എന്നുള്ളതിന്റെ ഘടകകക്ഷിയാക്കുന്നതിന്റെ ഒരു ഫോർമാലിറ്റി മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷെ അത് പരസ്യമായി ചെയ്യില്ലല്ലോ, കാരണം കേരളം പോലൊരു സമൂഹത്തിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം UDF-ന് അറിയാം. പക്ഷെ എല്ലാ തരത്തിലും അപകടം പിടിച്ച പൊളിറ്റിക്സ്, SDPI BJP-യെ പറഞ്ഞു പിടിക്കുന്ന വോട്ടും BJP SDPI-യെ പറഞ്ഞു പിടിക്കുന്ന വോട്ടും ഒരേ സമയം BJP-യെ ചാരി ജയിക്കുന്ന SDPI-യും SDPI-യെ ചാരി മാത്രം രാഷ്ട്രീയം പറയുന്ന BJP-യും, ഇതിനെ രണ്ടിനെയും ചാരി
രാഷ്ട്രീയം പറയുന്നതിൽ പാലക്കാട് കോൺഗ്രസ് അധപ്പതിച്ചു പോയി എന്നും ആ 2 വോട്ടുകളും ഒരേ സമയം വരുതിയിലാക്കുന്നതിന് വേണ്ടി അപകടം പിടിച്ച മതത്തിലൂന്നിയ വോട്ടിന്റെ പൊളിറ്റിക്സ് പറയുന്നതിന്റെ അപകടത്തിലേക്ക് ഈ ഭൂരിപക്ഷത്തിന്റെ 4 ഇരട്ടിയും 18,000 ശരി ഡോക്ടർ പി സരൺ, ഞാൻ അതിൽ ഞാൻ ഇനി കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അറിയുന്നവർക്കറിയാം, PDP-യുമായി ഇടതുമുന്നണി CPM കൂട്ടുകൂടിയ സാഹചര്യമുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ CPM നേടിയ സാഹചര്യമുണ്ട്. ഇതൊക്കെ ഈ രാഷ്ട്രീയ ബോധ്യമുള്ള മലയാളികളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാനുള്ള സമയമൊന്നും ആയിട്ടില്ല. പക്ഷേ എനിക്ക് അതിനകത്ത് ഐ ഹാവ് സോ മെനി കൗണ്ടർ ക്വസ്റ്റ്യൻസ്, പക്ഷേ ഞാൻ അതിലേക്ക് പോകുന്നില്ല സമയപരിമിതി മൂലം.